എവരിവൺ, വെൽക്കം ബാക്ക് ടു നിഷ് ടെയിൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്രേസിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു പ്രിൻസസ് കേക്ക് ആണ്. എനിക്ക് അങ്ങനെ ബേക്ക് ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പൊ ഞങ്ങളൊരു പരീക്ഷണമാണ് നടത്തുന്നത്. ഗ്രേസിന് എന്തായാലും ഒരു പ്രിൻസസ് കേക്ക് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രിൻസസ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. പ്രിൻസസ് കേക്കിന്റെ കേക്ക് ബേസിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന കേക്ക് മിക്സ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന കേക്ക് മിക്സ് എന്ന് പറയുന്നത് പിൽസ്ബറിയുടെ വൈറ്റ് കേക്ക് മിക്സ് ആണ്. അപ്പൊ ഓരോ റെഡിമെയ്ഡ് കേക്ക് മിക്സിന്റെയും ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, ബേക്കിംഗ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ആയാലും നമുക്ക് കേക്ക് ബേസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്ത കേക്ക് മിക്സിന് 3 eggs ആണ് വേണ്ടത്. ഇനി കുറേശ്ശെ നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ നമുക്ക് 3 cups കേക്ക് മിക്സ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 1/2 cup ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതില്. 1 cup വാട്ടർ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ബേസിന് വേണ്ടിയിട്ടുള്ള കേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ പാൻ എന്ന് പറയാനായിട്ട് പ്രിൻസസ് കേക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് അതിനൊരു സ്പെഷ്യൽ പാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒറ്റ ഇതിൽ തന്നെ ഈ പ്രിൻസസിന്റെ സ്കേർട്ടിന്റെ ആ ഷേപ്പിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പൊ ഇതിലേക്ക് ഒഴിച്ചിട്ട്, അപ്പൊ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഈ ഡോളിനെ ഇറക്കി വെക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചെടുക്കാം. അതിന് ബട്ടർ ഉപയോഗിച്ച് നമ്മൾ മൊത്തം ഗ്രീസ് ചെയ്തെടുക്കാം. ജസ്റ്റ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മുടെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യാണെന്ന്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ വെച്ച് പിന്നെ ഇതിന് ഗ്രീസ് ചെയ്യേണ്ടത് മൊത്തത്തിൽ ബട്ടർ പേപ്പർ വെച്ച് അങ്ങ് നന്നായിട്ട് കൊടുത്തിട്ട് പിന്നെ കേക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ചാൽ മതി. Or if you don't have butter or butter paper, just use some liquid or something. ഓയിൽ ഉപയോഗിച്ച്. Or you can just use oil. അതെ, നോക്കി നമ്മൾ ഇതിൽ എല്ലാത്തിലും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് അപ്പൊ ഈ കേക്ക് പാനില് കേക്ക് ഫുള്ള് നിറയ്ക്കരുത് കേട്ടോ. കാരണം നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് കുറച്ച് കൂടി വലുപ്പം വെക്കൂലോ അത്. പിന്നെ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ട് ഒഴിക്കുന്നതിന്റെ സമയത്ത് ഞാൻ പോയിട്ട് ഓവൻ ഒരു 350 degrees ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ ഇതിനിപ്പോ, നല്ല സ്മെല്ലാണ്. എല്ലായിടത്തേക്കും ഒരേ ഇതിൽ സ്പ്രെഡ് ചെയ്യുക. ഇത് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക അതിന്റെ ടോപ്പ് പാർട്ട്. കണ്ടോ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളെല്ലാം ലെയർ ചെയ്ത് അത് ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യണം. അപ്പൊ 350 degrees 350 Fahrenheit പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കേക്ക് മിക്സിന്റെ ബേക്കിംഗ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന അത്രയും ടൈമിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് വെക്കാൻ പോവാണ്. ഇനി ഞാനിവിടെ ഒരു കേക്ക് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കേക്ക് സ്റ്റാൻഡ് ഉണ്ടല്ലോ, റൊട്ടേറ്റിംഗ് 1 ആണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ ഞാനൊരു കേക്ക് ബോർഡ്, അപ്പോൾ കേക്ക് ബോർഡിൽ കേക്ക് വെക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് അതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളറ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, ബേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഈ സെൻറ്ററിലെ ഹോളിലാണ് നമ്മൾ പ്രിൻസസ് ഡോളിനെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോള് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഈ ഭാഗം നമ്മൾ ഈ കേക്കിലേക്ക് താഴ്ത്തി വെക്കാം. ഇനി നമ്മൾ ബട്ടർ ക്രീം കേക്കിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 cup ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ക്രീം യൂസ് ചെയ്യുന്ന ബട്ടർ
നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അത് ഒരിക്കലും ഒരു വാട്ടറി ലുക്ക് ആവരുത്, ഒത്തിരി സോഫ്റ്റ് ആവരുത്, ഒത്തിരി ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ചെറുതായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ പ്രസ് ചെയ്യാൻ പാകുന്ന ആ പാകത്തിലായിരിക്കണം. അപ്പം ഞാനിവിടെ ചെയ്തത് തലേ ദിവസം രാത്രി ഈ ഒരു സ്റ്റിക്ക് എടുത്ത് പുറത്ത് വെച്ചിരുന്നു. ഇപ്പം നല്ല കറക്റ്റ് പാകമാണത്. ബട്ടറിനൊരു യെല്ലോയിഷ് കളർ അല്ലേ, അപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വൈറ്റ് കളറാക്കി എടുക്കണം. അതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടല് നമുക്ക് 1.5 കപ്സ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഈ 1/2 കപ്പ് ഉപയോഗിച്ചിട്ട് പല പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ആഡ് ചെയ്യാം. പിന്നെ ഏകദേശം ഒരു ടീസ്പൂൺ മിൽക്ക്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണു. ഇനി ലാസ്റ്റത്തെ കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. If you do it one more time, beating. ഇനി ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോഴാണ് ഈസി ആയിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ആണ് ലാസ്റ്റ് നൈറ്റിന്റെ കേക്ക്. നന്നായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. You put it on the spinning thing so the cake will spin too. Just put a paper on it and then you put the cake on top. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഷേപ്പ് ഒന്നും പ്രോപ്പറായിട്ട് വരണ്ട കേട്ടോ. ഇത് നമ്മൾ ഫോണ്ടന്റ് വെച്ചിട്ട് കവർ ചെയ്യും. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. This is a buttercream. Can I try? Yeah, you can try. ഇനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ ഷേപ്പിലുള്ള കേക്ക് മോൾഡ് കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ റൗണ്ട് പാത്രത്തിലുള്ള ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അതിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ സ്ട്രെയിറ്റ് കേക്കിൻ്റെ റൗണ്ട് കേക്കിൻ്റെ മുകളിൽ വെച്ച് പതുക്കെ ഒന്ന് സ്ലൈറ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഈ ഷേപ്പാക്കി നമുക്ക് എടുക്കാം. കുറച്ച് പാടാണ്. ഇങ്ങനത്തെ ഒരു പാത്രം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇപ്പൊ നമ്മളിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? Yes, we have done. ഞാൻ വിചാരിച്ചത് ഇത് ഫസ്റ്റ് ടൈം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൊട്ടേറ്റിംഗ് സാധനവും നല്ല അടിപൊളിയാണ്. നന്നായിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഹോളിന്റെ പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും ഞാൻ ബട്ടർ ക്രീം തേച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് പിടിച്ചോളും. എന്നിട്ട് വേണം നമുക്ക് ഫോണ്ടന്റ് വെച്ചിട്ട് നമുക്ക് പിന്നെ അത് ചെയ്യാം. ഈ ഒരു ഫോണ്ടൻ്റാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻസ്ട്രക്ഷൻ പ്രകാരം ആദ്യം നമ്മളൊന്ന് നീഡ് ചെയ്യണം, റോൾ ചെയ്യണം, പിന്നെ കേക്കിൽ കവർ ചെയ്യണം. അപ്പോൾ ഒരു കുക്കി ഷീറ്റ് ആണ്, ഓൾസോ റോളർ and also hard cutter. അപ്പം we're gonna cut the fondant with scissors. നമ്മള് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് നീറ്റ് ചെയ്തെടുക്കാം. Yeah, you have to do nunlight in each, yeah, because it's super hard. ഇനി ഇത് നമ്മളൊന്ന് പരത്തി കൊടുക്കാണ്. It's this. I'll tell you what fondant is, like an eatable Play-Doh. Eatable Play-Doh means a Play-Doh what you can eat. So this fondant is what it like. അപ്പൊ നമ്മുടെ ആ ഡോള് ഉടുപ്പ് കവർ ചെയ്യാൻ പാകത്തിന് നമ്മള് തിന്നാക്കി കൊടുക്കണം. ഇത് ഫുള്ളായിട്ടുണ്ട്. ഞാൻ കേക്ക് എടുക്കാൻ പോവാണ്. കേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മീതേക്ക് വെക്കും. അപ്പൊ ശ്രദ്ധിച്ച് നമുക്കിത് കേക്കിന്റെ മീതെ വെക്കാം. കേക്ക് ഫുള്ള് നന്നായിട്ട് കവർ ചെയ്യണം. ഉണ്ടോ? അപ്പൊ നമ്മൾ എന്നിട്ട് ഇത് ഇങ്ങനെ ഫുള്ള് അറ്റത്തേക്ക് ഈ ഡ്രസ്സ് പോലെ ഒന്ന് കൊടുക്കാം. ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ ഡ്രസ്സ് പോലെ. ആ സർക്കിൾ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് എക്സ്ട്രാ വരുന്ന ഫോണ്ടന്റ് കട്ട് ചെയ്ത് മാറ്റാം.
കണ്ടോ? അപ്പം നമ്മൾ ഉടുപ്പിൻ്റെ ആ ഭാഗം ഇപ്പോൾ നന്നായി. ഇനി നമ്മുടെ ഡോൾ ഈ സെൻറ്ററിൽ നമ്മൾ ഡോളിന് വെക്കാൻ പോവാണ്. അപ്പോൾ ഡോളിന് വെക്കുമ്പോൾ ഇതാണ് ഡോള്. ഓക്കെ, അപ്പോൾ ഈ ഡോളിന് വെക്കുമ്പോൾ നമ്മൾ ഈ പോർഷനിൽ ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ഈ മറ്റേ ഫുഡ് കവർ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന്, ഇത് ഫുഡ് റാപ്പിംഗ് പേപ്പറാണ്, അപ്പോൾ അത് വെച്ചിട്ട്, അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഈ ഡോളിൻ്റെ ഇത് അതിൽ മുട്ടില്ല. ഇനി പതുക്കെ ഈ ഹോളിലേക്ക് വെക്കണം. കണ്ടോ? ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ ടോപ്പ് പോർഷൻ അതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഞാൻ ഫോണ്ടിൻ്റെ കട്ട് ചെയ്തെടുത്താണ്. അപ്പം ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അത് ഈ ഡോളിൻ്റെ ടോപ്പായിട്ട് നമ്മൾ വെക്കാണ്. അപ്പൊ ബാക്കിൽ ഈ രണ്ട് ടോപ്പിന്റെ ഈ സെന്റർ പോർഷനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് എൻഡും കൂടി ഒട്ടിപ്പൊക്കോളും. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ, ഇത് കുറച്ച് പ്ലെയിൻ ആണ് ഈ ഏരിയയിൽ, ഈ കേക്ക് ബോർഡിൻ്റെ അവിടെ. അപ്പം ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പ് ഉള്ളത് വെറുതെ ഇങ്ങനെ ഇവിടെ ചുറ്റും വെക്കാൻ പോവാണ്. കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ചുറ്റും വെക്കുന്നത്. ഇവിടെ ഈ ബോർഡിലും കണ്ടോ, ഇപ്പോൾ ഇവിടെയും കവറായിട്ട്. ഇനി ഉടുപ്പിൽ നമ്മൾ കുറച്ച് ഡിസൈൻ ചെയ്യാണ്. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഹാർട്ടിന്റെ ഈ ഷേപ്സ് ഈ ഉടുപ്പിന് ചുറ്റും ഒറ്റ ലെയർ വെക്കുന്നുണ്ട്. ഹെയറിൽ നമ്മൾ ഈ പിങ്ക് കളറ് ഒരു ബാൻഡ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡുമായി. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വൈറ്റ് ആണ്, വൈറ്റ് ഫോണ്ടന്റ് ആണ്. കുഞ്ഞു ബോൾസ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോൾസ് നമ്മൾ ഈ ഉടുപ്പിന്റെ ആ ഹാർട്ടിൽ പിടിപ്പിക്കാൻ പോവാണ്. കുഞ്ഞു ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് റോൾ ചെയ്ത്. ഈ ബോൾസ് ഒട്ടിക്കാൻ വേണ്ടി അത് ഒട്ടുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെള്ളം അത് ഗ്ലൂ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഈ ഡ്രസ്സിന് ഉള്ളത് പിടിപ്പിച്ച് ഈ ടോപ്പിൽ ഞങ്ങൾ പിടിപ്പിക്കാൻ പോവാണ്. വൈറ്റ് ഫോണ്ടന്റ് റോൾ ചെയ്തിട്ട് ഈ ഡ്രസ്സിന്റെ സെന്റർ പോർഷനിൽ ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പൊ ആ ഉടുപ്പിന് ഒരു കംപ്ലീറ്റ്നെസ് വന്നു. ഒരു മാല കൂടി കൊടുക്കുന്നുണ്ട്. ഗ്രേസ് പറഞ്ഞു ഗ്രേസിന് പിങ്ക് മാല കൊടുക്കണമെന്ന്. ഇപ്പൊ കണ്ടോ, എല്ലാം റെഡിയായി. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ബൈ, സ്റ്റേ സേഫ്, താങ്ക് യു ഫോർ വാച്ചിങ്.